നമസ്കാരം. എഡ്യൂട്രസ്റ്റിൻ്റെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 20-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20-ാം ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ 200ഓളം ഇഡിയംസ് ആൻഡ് ഫ്രേസസും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സീരീസാണ് ഇതെന്ന്. അപ്പോൾ ഈ സീരീസിലെ ക്ലാസ്സുകളൊന്നും തന്നെ മിസ്സാക്കാതെ കാണുക, നോട്ട് തയ്യാറാക്കുക. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വരാം. കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ദിവസവും സൗജന്യമായി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. താഴെ കാണുന്ന ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ദിവസവും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സും ലഭിക്കുന്നതാണ്. The idiom "the devil is in the detail" denotes in a confusing situation, hidden problems which goes unnoticed, a bigger enemy, things going out of control. ഉത്തരം hidden problems which goes unnoticed. The devil is in the detail എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല. ഡീറ്റെയിൽ ആയി നോക്കിയാൽ മാത്രമേ ആ ഡെവിലിനെ കാണാൻ പറ്റൂ, ആ പ്രോബ്ലത്തെ കാണാൻ പറ്റൂ. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്ന സിറ്റുവേഷൻ, പക്ഷെ വളരെ കാര്യമായി ചിന്തിച്ചാൽ കുറേയേറെ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളതിനെയാണ് ഡെവിൽ ഈസ് ഇൻ ദ ഡീറ്റെയിൽ എന്ന് സൂചിപ്പിക്കുന്നത്. To cause a mayhem means to cause a shock, to celebrate, to make a situation disorderly, to give excitement. ഉത്തരം to make a situation disorderly. To cause a mayhem എന്ന് പറഞ്ഞാൽ ആകെ ഒരു ബഹളമയമാക്കുക, സിറ്റുവേഷൻ ഔട്ട് ഓഫ് കൺട്രോൾ ആവുക, വയലൻ്റ് ആവുക എന്നൊക്കെ അർത്ഥം. Roly poly means weak, fat, dark, ugly. ഉത്തരം ഫാറ്റ്. റോളി പോളി എന്നാൽ ഫാറ്റ്. The phrase rank and file means totally demolish, too much official formality leading to delays, to win and acquire prizes, ordinary members of the organization. ഉത്തരം ordinary members of the organization. The problem is known even to the rank and file means ആ ഒരു പ്രശ്നം ആ ഓർഗനൈസേഷൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് വരെ അറിയാം എന്നുള്ളതാണ്. റാങ്ക് ആൻഡ് ഫയൽ എന്നാൽ ഓർഡിനറി മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓൺ ദി കാർഡ് മീൻസ് പ്രോബബ്ലി, പ്ലേയിങ് കാർഡ് ഗെയിംസ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്, ഇൻ റിട്ടേൺ ഫോം. ഓൺ ദി കാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി, വരാൻ പോകുന്നത്, സാധ്യതയുള്ളത്. ഇപ്പോൾ ആളുടെ കയ്യിലിരിക്കുന്ന കാർഡിൽ ഉണ്ടാവാം, അപ്പോൾ അടുത്ത കാർഡിൽ ചിലപ്പോൾ കിട്ടാം എന്നുള്ള രീതിയിലാണ്. ഓൺ ദി കാർഡ്സ് എന്നാൽ കാർഡിൽ അത് എഴുതിയിട്ടുണ്ട്, സംഭവിക്കാൻ പോവുകയാണ്, പ്രോബബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇതിന് സമാനമായ ഇഡിയംസ് ആണ് ഓൺ ദി ആൻവിൽ, ഇൻ ദി ഓഫിംഗ് എന്നൊക്കെ പറയുന്നത്. എ pretty kettle of fish, a situation that causes you problems, a kettle with full of fish, an imaginary situation, a beautiful kettle of fish. ഉത്തരം a situation that causes you problems. ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു കൊച്ചു കെറ്റിലിൽ നിറയെ ജീവനുള്ള മീനുകളാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ മീനുകളായി പുറത്തേക്ക് എടുത്ത് ചാടും. അപ്പോൾ ഒന്നിനെ എടുത്തിടുമ്പോൾ അടുത്തടുത്ത് ചാടും. അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലം ഉണ്ടാക്കുക എന്നുള്ളതാണ് എ pretty kettle of fish അർത്ഥമാക്കുന്നത്. When Meena was in trouble, Leela didn't help her. She dash left her in a lurch, went to the wall, called it a day, was all ears. ഉത്തരം ലെഫ്റ്റ് ഹർ ഇൻ എ ലർച്ച്. ലീവ് ഇൻ എ ലർച്ച് എന്നുള്ളത് അർത്ഥമാക്കുന്നത് വഴിയിൽ ഉപേക്ഷിച്ച് പോവുക, പാതി വഴിയിൽ ഉപേക്ഷിക്കുക, ഒരു പ്രശ്നം വരുമ്പോൾ കൈയൊഴിയുക എന്നൊക്കെയാണ്. വെൻ മീന വാസ് ഇൻ ട്രബിൾ, മീനയ്ക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ ലീല സഹായിച്ചില്ല, അവളെ കൈയൊഴിഞ്ഞു. ലെഫ്റ്റ് ഹർ ഇൻ എ ലർച്ച്, തനിയെയാക്കി രക്ഷപ്പെട്ടു. People think that a rise in taxes is dash. In the pink, in a fog, in the wind, in a nutshell. ഉത്തരം in the wind. ഉടൻ തന്നെ ടാക്സ് ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ജനങ്ങൾ കരുതുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇൻ ദി വിൻഡ് എന്നാൽ കാറ്റിലുണ്ട്, അപ്പോൾ ഉടനെ ഇങ്ങെത്തും എന്നുള്ളതാണ്. അപ്പോൾ എ തിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. The idiom meaning at the last possible moment.
at the 12th hour, at the 10th hour, at the 11th hour, at the 13th hour. ഉത്തരം at the 11th hour, at the last possible moment എന്നുള്ളത് സൂചിപ്പിക്കാൻ, അതായത് ഏറ്റവും അവസാന നിമിഷം എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ. അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് 11th hourലാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാന നിമിഷമാണ്, ലാസ്റ്റ് അവറാണ്. 11th കഴിഞ്ഞാൽ പിന്നെ 12th ആണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ആ ഒരു മണിക്കൂർ, ആ സമയത്താണ് പൊതുവെ എല്ലാവർക്കും ഒരു ഓട്ടപ്പാച്ചിൽ ഉണ്ടാവുക. അതിനാണ് ഈ 11th hour എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. The idiom think on your feet means completely, to come to the point, to make a quick decision, childishly. ഉത്തരം to make a quick decision. Think on your feet, വേഗം തന്നെ തീരുമാനിച്ചോ, ഇരിക്കാനൊന്നും സമയമില്ല. അതായത് നിന്നുകൊണ്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പോലും സമയമില്ല, എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ അതാണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്നുള്ള അർത്ഥമാക്കുന്നത്. നിന്നുകൊണ്ട് തന്നെ ആ സെക്കൻഡിൽ തന്നെ ഒരു തീരുമാനം എടുക്കുക, ക്വിക്ക് ഡിസിഷൻ എടുക്കുക. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് സീരീസിലെ 20ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ സീരീസിൽ നമുക്കിനിയും കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനലിലുള്ള ക്ലാസ്സുകളൊക്കെ കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുക. കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പിൽ വരിക. തികച്ചും സൗജന്യമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. LGS മുതൽ KAS വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.